എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. നല്ല ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ അതിനുവേണ്ടി 1 കപ്പ് ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം 4 മണിക്കൂറോളമായി. അതിനുശേഷം സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. നമ്മളതിന് വേണ്ടി 1 ടീസ്പൂൺ കുരുമുളക്, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഒരു 8-10 പീസ് ചെറിയ ഉള്ളി, ഇഞ്ചി, കായം, ഇത്രയാണ് വേണ്ടത്. നമുക്ക് ഈ കുരുമുളക് ഒന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഷാലറ്റ്സും എല്ലാം ഒന്ന് ചെറുതായിട്ട് അരിയണം. ഇനി നമുക്ക് ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കാവൂ. നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണം. കുറച്ച് എടുത്താൽ മതി. മിക്സിയുടെ ചെറിയ ജാറിൽ എടുത്ത് നരയ്ക്കുക. ഇതേപോലെ കിട്ടണം. ഇതിന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ്സോളം ഇളക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ ഐറ്റംസിലേക്ക് ആഡ് ചെയ്യാവൂ. മറ്റൊരു പ്രശ്നം വരുന്നത്, നമ്മൾ ഈ അരിഞ്ഞു വെക്കുന്ന ഐറ്റം ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലൂസാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴും നമ്മൾ ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഉപ്പും ആവശ്യത്തിന് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കായം ആഡ് ചെയ്തിട്ടില്ല. കായം കൊണ്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. നമ്മളിത് അരയ്ക്കുമ്പോൾ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഏറ്റവും സൂപ്പറായിരിക്കും. കാരണം അതിൽ വെള്ളം ഒട്ടും ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് അരഞ്ഞു കിട്ടും. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറാകുമ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടാകും. അത് കുറച്ചിട്ട് അരയ്ക്കുക. അതുപോലെ തന്നെ ഓഫ് ചെയ്ത് അരയ്ക്കുക. കാരണം അല്ലെങ്കിൽ മിക്സി കത്തിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഉഴുന്നുവടയ്ക്ക് കുറച്ച് ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടി നമ്മളൊരു 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം തിളച്ചിട്ട് നമുക്ക് ചെറിയ ബോളായിട്ട് പിടിക്കാം. അതിനുശേഷം സെൻറ്ററിലൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. നമ്മുടെ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ സിമ്മറിലിടണം. കാരണം ഒരുപാടായി കഴിഞ്ഞാൽ ഉള്ളു വേഗത്തില്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വേറൊരു മെത്തേഡ്, ഇൻ കേസ് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇൻ കേസ് നമ്മുടെ മാവ് ലൂസ് ആകുകയാണെങ്കിൽ നമ്മളൊരു കുപ്പി ഗ്ലാസ് എടുക്കുക. അടി നല്ല ഫ്ലാറ്റായിട്ടുള്ള കുപ്പി ഗ്ലാസ് എടുക്കണം. അതിനടിയിൽ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്യുക. അതായത് ഇതേപോലെ വെള്ളം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മാവ് ലൂസായ മാവ് ഇതിലേക്ക് വെക്കുക. എന്നിട്ട് സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ടിട്ട് എണ്ണയിലേക്ക് മുക്കുക. അപ്പോൾ ഏകദേശം 1 കപ്പിൽ നമുക്ക് ഏകദേശം ഒരു 12ഓളം നോർമൽ സൈസിലുള്ള ഉഴുന്നുവട നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.